ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. ആലപ്പുഴ ഹരിപ്പാട് സ്വദേശിനിയായ 22-കാരി സാവരിയെ സഹപാഠി ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ 23-കാരൻ സദറുൽ അന്നം ഉസ്ബെക്കിസ്ഥാനിൽ അറസ്റ്റിലായിരുന്നു. ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ സർവകലാശാലയിലെ വിദ്യാർത്ഥികളായിരുന്നു ഇരുവരും. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേർന്നു. സുധീഷ്, മലയാളി തന്നെയാണ് ഇതിലെ കൊലയാളിയായിട്ട് വന്നിട്ടുള്ളത്. ആലപ്പുഴ സ്വദേശിനിയായിട്ടുള്ള ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയെ ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് കേരളം കേട്ടത്. എന്തായാലും ആ കുട്ടിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, അശ്വതി, ഇന്ന് പുലർച്ചെയോടെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഭാഗമുള്ള മോർച്ചറിയിൽ ഈ കുട്ടിയുടെ മൃതദേഹം എത്തിച്ചത്. ഹരിപ്പാട് സ്വദേശിനിയായ സാവരിയ എന്ന 22-കാരിയായ മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ് ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ടത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ കൊലപാതകം നടന്നത്. സഹപാഠിയായ സദറുൽ അനം എന്ന പെരിന്തൽമണ്ണ സ്വദേശിയാണ് കൊലപാതകം നടത്തിയത്. ഇയാൾ ഉസ്ബെക്കിസ്ഥാനിൽ അറസ്റ്റിലായിട്ടുണ്ട്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യം റീപോസ്റ്റ്മോർട്ടം അടക്കം വേണമെന്ന ബന്ധുക്കളുടെ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹം ഇന്ന് റീപോസ്റ്റ്മോർട്ടം നടത്തുന്നത്. 9 മണിയോടെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം എത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് പിന്നാലെ പോസ്റ്റ്മോർട്ടം നടക്കും. ഈ കൊലപാതകത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ സദറുൽ അനത്തെ രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന അടക്കമുള്ള സംശയങ്ങൾ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് റീപോസ്റ്റ്മോർട്ടം നടത്തി നിയമ നടപടികൾ ഉണ്ടാവണമെന്ന ആവശ്യം ഉന്നയിച്ചത്. കഴിഞ്ഞ ഡിസംബറിലാണ് ഈ സാവരിയ ഇത്തരത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി ഉസ്ബെക്കിസ്ഥാനിലേക്ക് എത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ കൊലപാതകം നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിച്ച മൃതദേഹം ഇന്ന് പുലർച്ചെയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും അവിടെ നിന്നും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്കും എത്തിക്കുകയായിരുന്നു. 10 മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് വൈകിട്ട് തന്നെ സംസ്കാര ചടങ്ങുകളും നടക്കും. വിനോദ്, അശ്വതി. അതെ, അത് ആലപ്പുഴയിൽ എത്തിച്ച മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തുന്നു. അതിന്റെ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ്. മെഡിക്കൽ വിദ്യാർത്ഥിനിയെ അങ്ങോട്ടേക്ക് പറഞ്ഞ സഹപാഠി തന്നെ കൊലപ്പെടുത്തിയത്.